ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. നമ്മുടെ അടുത്ത ഊഴം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. അപ്പൊ സോഷ്യൽ സയൻസിന് നമ്മുടെ മുമ്പിലുള്ളത് 5 ദിവസമാണ്. ഈ 5 ദിവസം എങ്ങനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് 19 ചാപ്റ്റേഴ്സും പഠിച്ചെടുക്കാം എന്ന കൃത്യമായിട്ടുള്ള ഒരു പ്ലാനുമായിട്ടാണ് സാർ വന്നിരിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മക്കൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയി നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ 4 സബ്ജക്ട് അല്ലെ, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, ഇക്കണോമിക്സ്, ഇങ്ങനെ 4 പേപ്പേഴ്സും ഒരൊറ്റ പേപ്പറിലാണ് എഴുതേണ്ടത് എന്നുള്ളത് തന്നെയാണ് സോഷ്യൽ സയൻസിനെ കുഴക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോ സബ്ജക്ട് വൈസ് ചെയ്തിട്ട് എല്ലാവർക്കും ഈസി ആയിരിക്കും. പക്ഷെ എൻ്റയർ സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. അപ്പൊ ഇതെങ്ങനെ പഠിച്ചെടുക്കാം, ഈ 5 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് മാർക്കും സ്കോർ ചെയ്യാം എന്നൊരു കിടിലൻ പ്ലാനുമായിട്ടാണ് സാർ വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹൗ ടു സ്റ്റഡി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ 5 ദിവസം കൊണ്ട് നമുക്ക് 19 ചാപ്റ്റേഴ്സും പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതിലുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നേരിടാം എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇന്ന് തന്നെ നമുക്ക് നോക്കാം. 2-ാം തീയതി തന്നെ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം. ഈ സോഷ്യൽ സയൻസിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയി വരുന്ന 2 സബ്ജക്റ്റുകളാണ് ജിയോഗ്രഫി പ്ലസ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്ററിയിലാണെങ്കിൽ വളരെയധികം വർഷങ്ങൾ പഠിച്ചെടുക്കണം. അതുപോലെ തന്നെ ജിയോഗ്രഫിയിലാണെങ്കിൽ മാപ്പ് മേക്കിംഗ്, മാപ്പ് മാർക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒക്കെ മക്കൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററിയും ജിയോഗ്രഫിയാണ് നമ്മൾ ഫസ്റ്റ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ 2-ാം തീയതി കൃത്യം 5 മണിക്കാണ്, ഈവനിങ് 5 മണിക്കാണ് നമ്മുടെ ഹിസ്റ്ററി പ്ലസ് ജിയോഗ്രഫിയുടെ ഒരു കിടിലൻ മാരത്തോണുമായിട്ട് ഞാനും അനഘ മിസ്സും വരുന്നത്. കൂടാതെ ഇതിന്റെ ബാക്കി വരുന്ന ചാപ്റ്റേഴ്സുമായിട്ട്, അതായത് ഹിസ്റ്ററിയുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും ജിയോഗ്രഫിയുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും എന്തായാലും നമ്മുടെ ഈ ഒരൊറ്റ ലൈവിൽ കംപ്ലീറ്റ് ചെയ്യില്ല നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്കി ചാപ്റ്റേഴ്സുമായിട്ട് 3-ാം തീയതി കൃത്യം 9 മണിക്ക്, രാവിലെ 9 മണിക്കാണ് നമ്മുടെ ഹിസ്റ്ററി പ്ലസ് ജിയോഗ്രഫിയുടെ അടുത്ത മാരത്തോണുമായിട്ട് ഞങ്ങൾ രണ്ടാളും വരുന്നത്. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് മൊത്തം നമ്മുടെ ഹിസ്റ്ററിയുടെയും ജിയോഗ്രഫിയുടെയും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഈ 2 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കാണ്. ഇനി അതിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും മക്കൾക്ക് ഉണ്ടാവുന്നത്. അതിനുള്ള സൊല്യൂഷനുമായിട്ട് 3-ാം തീയതി കൃത്യം 7 മണിക്ക്, രാത്രി 7 മണിക്ക് ഹിസ്റ്ററി പ്ലസ് ജിയോഗ്രഫിയുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. അതോടുകൂടി ഹിസ്റ്ററി ജിയോഗ്രഫി എന്നുള്ള ഒരു ടാസ്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാണ്. അതായത് 2-ാം തീയതി 3-ാം തീയതി ഈവനിങ് ആവുന്നതോടുകൂടി ഹിസ്റ്ററിയുടെയും ജിയോഗ്രഫിയുടെയും ഒരു മാർക്കും മിസ്സാവാതെ എല്ലാ ഭാഗങ്ങളും മക്കളെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത വരുന്നതാണ് പൊളിറ്റിക്കൽ സയൻസും ഇക്കണോമിക്സും എന്നുള്ള അടുത്ത കടമ്പ. അപ്പൊ നമുക്ക് നോക്കാം. 4-ാം തീയതി കൃത്യം രാവിലെ 9 മണിക്ക് ഇക്കണോമിക്സിന്റെ മാരത്തോണുമായിട്ട് നിങ്ങളുടെ സ്വന്തം അനഘ മിസ് വരുന്നുണ്ട്. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും 4-ാം തീയതി 9 മണിക്ക് തന്നെ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യുന്ന ലൈവില് എടുത്തു തീർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് തന്നെ മക്കൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഇനി പിന്നീട് കാണാം എന്നുള്ള സമയം നിങ്ങൾക്കില്ല. നിങ്ങളുടെ മുമ്പിലുള്ള ഈ 5 ദിവസം കൃത്യമായി യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 9 മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 9 മണിക്ക് തന്നെ എന്ത് ചെയ്യുക, മക്കൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആ ലൈവിൽ ഉടനീളം എന്ത് ചെയ്യുക, സ്റ്റേ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുമായിട്ട് അതേ ദിവസം തന്നെ 4-ാം തീയതി തന്നെ രാത്രി 7 മണിക്ക് ഇക്കണോമിക്സിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുമായിട്ട് അനഘ മിസ് വീണ്ടും വരുന്നതാണ്. അപ്പൊ മോർണിംഗ് നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ റിവിഷൻ കഴിയുന്നു. ആ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നു, ഈവനിങ് 7 o'clock നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇനി ഒന്നേ ബാക്കിയുള്ളൂ, പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഞാൻ തന്നെയാണ് വരുന്നത്, മക്കൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് 5-ാം തീയതിയാണ്, 7-ാം തീയതിയാണ് എക്സാം. 5-ാം തീയതി കൃത്യം 9 മണിക്ക് പൊളിറ്റിക്കൽ സയൻസിന്റെ രാവിലെ 9 മണിക്കാണ് മാരത്തോണുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ ആ ഒരു മോർണിംഗ് മാരത്തോണിൽ എടുത്തു തീർക്കുന്നതാണ്. പ്ലസ് ഈവനിങ് നോക്കാം 7 o'clock, 5-ാം തീയതി തന്നെ 7 o'clock പൊളിറ്റിക്കൽ സയൻസിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വരെ ഞാൻ വീണ്ടും വരുന്നു. അതോടുകൂടി ഈ പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞു, ഹിസ്റ്ററി കഴിഞ്ഞു, ഇക്കണോമിക്സ് കഴിഞ്ഞു, ജിയോഗ്രഫി കഴിഞ്ഞു, എല്ലാ ഭാഗങ്ങളും മക്കൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോഴും ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുണ്ട്. 7-ാം തീയതിയാണ് എക്സാം. 6-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഈ 4 സബ്ജക്റ്റുകളും 4 ദിവസം കൊണ്ട് നമ്മൾ പഠിപ്പിച്ചു തീർക്കുന്നു. ഇനി ആ 4 സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുമായിട്ട് 100+ ക്വസ്റ്റ്യൻസുമായിട്ട് 6-ാം തീയതി കൃത്യം 5 മണിക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും വരുന്നുണ്ട്. അപ്പൊ 6-ാം തീയതി കൃത്യം 5 മണിയോടുകൂടി നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സോഷ്യൽ സയൻസിന്റെ എല്ലാ ഭാഗങ്ങളും മക്കൾ പഠിച്ചെടുക്കുന്നതാണ്. അതോടെ തന്നെ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും അടിപൊളിയായിട്ട് കംപ്ലീറ്റ് മാർക്കും സ്കോർ ചെയ്യുന്നതാണെന്ന് സാർ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുക, കൃത്യമായിട്ട് പഠിച്ചെടുക്കുക, ഒരു മാർക്ക് പോലും മിസ്സാവാതെ മക്കൾ എന്ത് ചെയ്യുക, എക്സാം എഴുതി തീർക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ, ബൈ.